നമസ്കാരം. കേരളത്തിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്ക് കിഴക്കൻ അറബിക്കടൽ, വടക്കൻ ഗുജറാത്ത് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ജനുവരി 27, 28 ഈ തീയതികളിൽ ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, തെക്കൻ തമിഴ്നാട് തീരം, ശ്രീലങ്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 29, 30 തീയതികളിൽ കന്യാകുമാരി പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തിരുന്നു. പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഏതാനും ചില കിഴക്കൻ, ഇടനാട്, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിലവിൽ ഇടത്തരം മഴയാണ് ലഭിച്ചത്. കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ ഏതാനും ചില ഭാഗങ്ങളും കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ ഏതാനും ചില ഭാഗങ്ങളും മഴയെത്തി. കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. ചിലയിടങ്ങളിൽ 1 മണിക്കൂറിലധികം സമയം ശക്തമായ മഴ നീണ്ടുനിന്നു. അതേസമയം കേരളത്തിൽ പതിവിലും ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം മൂടിയ കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ബുധനാഴ്ച വരെ തമിഴ്നാട്ടിലും കേരളത്തിലെ തെക്കൻ ജില്ലകളിലും മഴ സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ കടൽ പ്രക്ഷുബ്ധമാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങളെ തുടർന്നാണ് ഈ മഴ പ്രതീക്ഷിക്കപ്പെടുന്നത്. തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, മന്നാർ, ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് വീശുവാൻ സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. അതേസമയം ജനുവരിയിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടായത് 38 വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ മഴ. ഈ മഴയാണ് ഓസ്ട്രേലിയക്ക് ഇപ്പോൾ വില്ലനായി മാറുന്നത്. വെറും 48 മണിക്കൂറിൽ സ്രാവുകൾ കടിച്ചു കീറിയത് 4 പേരെയാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരങ്ങളിൽ 15 കിലോമീറ്ററിനുള്ളിലാണ് സ്രാവുകളുടെ ആക്രമണം രൂക്ഷമായത്. കടൽ തീരത്തടക്കം ഇറങ്ങുന്നവർക്ക് നേരെ സ്രാവുകൾ പാഞ്ഞെത്തുവാൻ തുടങ്ങിയതോടെ ബീച്ചിൽ ഇറങ്ങുന്നതിന് വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിസ്ഥിതിയിൽ പതിവില്ലാത്ത രീതിയിൽ വരുന്ന മാറ്റങ്ങളാണ് സ്രാവുകളെ ഇത്തരത്തിൽ പ്രകോപനമില്ലാതെയുള്ള ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിന് കാരണമാണ് ഓസ്ട്രേലിയയിൽ പെയ്ത കനത്ത മഴ. മറ്റു സ്രാവുകൾ നിലനിൽക്കുവാൻ ആഗ്രഹിക്കാത്ത ചൂടുള്ളതും അഴിമുഖങ്ങളോട് ചേർന്നുള്ള വെള്ളവുമാണ് ഇവയെ തീരത്തോട് ആകർഷിക്കുന്നതെന്നാണ് സിഡ്നി സർവകലാശാലയിലെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സമീപകാലത്തെ മഴ വലിയ തോതിൽ മാലിന്യങ്ങൾ അഴിമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. ഇവ ചെറു മത്സ്യങ്ങളെ ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഭക്ഷണവും അഴിമുഖങ്ങളിൽ ബുൾ സ്രാവുകൾക്ക് തീരത്തിന് സമീപം ലഭിക്കുന്നുവെന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത്. 30 വർഷത്തിനിടെ സ്രാവുകളുടെ ആക്രമണത്തിൽ ഓസ്ട്രേലിയയിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നുണ്ട്.